ആ ഇന്ന് ഫുഡ് കൊറേ ഉണ്ടല്ലോ. അത് അതിന് മാത്രമൊന്നുമില്ല. നിങ്ങൾ ഫുഡ് ഉണ്ടാക്കിയോ? ഇല്ല, ഞങ്ങള് സൈറ്റിൽ നിന്ന് ഇപ്പൊ എത്തിയിട്ടുള്ളൂ. നിങ്ങൾ എന്നീ ഫുഡ് കൊണ്ടുവരുന്നതേ ഞങ്ങക്ക് വലിയൊരു ആശ്വാസമാണ്. നിങ്ങൾ ഈ 10-12 മണിക്കൂർ വെയിലുകൊണ്ട് പണിയെടുത്ത് വരുന്നല്ലേ, പിന്നെ ഇപ്പൊ 3-4 ആൾക്കാരെ വിശപ്പ് മാറ്റാന്ന് പറഞ്ഞാൽ തന്നെ വലിയ പുണ്യമുള്ള കാര്യല്ലേ. എടാ ഇന്നും അയാള് ഫുഡ് കൊടുത്തിട്ടുണ്ട്. മാഷാ അല്ലാ, ഇന്ന് ഞാനായിരുന്നു ഫുഡ് ഉണ്ടാക്കുന്ന ആള്. പുറം വേദനിച്ചിട്ട് അങ്ങനെ ഇരിക്കായിരുന്നേ. അയാളെ നിങ്ങൾക്ക് എങ്ങനെയാ പരിചയം? ഞാൻ സൈറ്റിക്ക് പോകുമ്പോ ഒരു ദിവസം അവിടെ കടയിൽ കുബൂസ് വാങ്ങിയിരുന്നു. അപ്പൊ എന്റെ അടുത്ത് വന്ന അയാള് വർത്താനൊക്കെ ചോദിച്ചറിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങളൊക്കെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ജോലി ചെയ്യുന്നവരാണ്, രാത്രി വന്നിട്ട് വേണം ഫുഡ് ഉണ്ടാക്കാൻ. അതിന്റെ ബാക്കി കറി രാവിലെ കൊണ്ടുപോകും, കടയിൽ നിന്ന് 2 കുബൂസും വാങ്ങും. അന്ന് എന്റെ റൂമും കാര്യങ്ങളൊക്കെ മൂപ്പര് ചോദിച്ചറിഞ്ഞു. ഇപ്പൊ എന്നും മുടങ്ങാതെ ഫുഡ് കൊടുന്നു തരും. പടച്ചോൻ സമ്പത്ത് കൊണ്ട് അനുഗ്രഹിച്ചിട്ടും പടച്ചോനെ മറക്കാത്ത ഇങ്ങനെയും കുറെ നല്ല മനുഷ്യന്മാരുണ്ട് തോന്നുന്നു. കഴിച്ചു കഴിഞ്ഞോ? എത്ര പോരെ ഫുഡാണ് ബാലൻസ് വന്നിക്കണ്. അതൊന്നും പൊട്ടിച്ചിട്ടില്ലല്ലോ. ഇന്നലെ മിഞ്ഞാന്നൊക്കെ തന്നെയാണ് അവസ്ഥ. ഞാൻ പറഞ്ഞിട്ടില്ല നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഓർഡർ ചെയ്താൽ മതി എന്ന്. മനുഷ്യന്മാർക്ക് തിന്നതിന് പരിധില്ലേ, ബാക്കി നമുക്കാണ് കച്ചറി കിടാ. കച്ചറ കിടാണെങ്കിലേ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാ ഫ്രിഡ്ജിലിരിക്കണം, അതും കൂടെ ഇട്ടാളെ. എത്ര ലാഘവത്തോട് കൂടിയിട്ടാണ് നിങ്ങളൊക്കെ കച്ചറിക്കിടാൻ പറയണത്. ഇതിനൊക്കെ നമ്മൾ സമാധാനം പറയേണ്ടി വരും കേട്ടാ. പിന്നെ ഇപ്പൊ എന്താ കാട്ടുക? ഞാൻ വണ്ടി കാണാൻ വിളിച്ചോക്കാം, അയാൾ കഴിച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് കൊടുത്താണ്. അയാൾ കഴിച്ചാലും അയാൾ വന്ന് കൊണ്ടുപോയിക്കോളും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലേ നമ്മളെ പേരുണ്ടോയെന്ന് അറിയില്ല, പക്ഷെ നമ്മൾ പാഴാക്കുന്ന ഭക്ഷണത്തിലേ വേറൊരാളുടെ വിശപ്പുണ്ട്. വിശപ്പിന്റെ വില അറിയണോ എനിക്ക് അത് മനസ്സിലാവുള്ളൂ. ഹലോ, കഴിച്ചോ? ഇന്നും കുറച്ച് ഫുഡ് ഉണ്ടായിരുന്നു. ആ അതവിടെ പുറത്ത് വെച്ചാളേ. എനിക്കൊരു 2 വണ്ടിയും കൂടി കഴുകാണ്ട്, ഞാനത് കഴിഞ്ഞിട്ട് വന്നിട്ട് എടുത്തോളാം.